അയാൾക്ക് കണ്ണിന് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട്. ഞാൻ ഇവിടെ വന്ന് ആരാധന കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ഇന്ന് ബൈബിൾ വായിച്ചെന്നു. സ്തോത്രം കർത്താവേ. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ദൈവം നൽകിയ അത്ഭുത വിടുതലിൻ്റെ സാക്ഷ്യമാണ്. ദൈവം വലിയൊരു അത്ഭുതമാണ് എൻ്റെ ഭാര്യയ്ക്ക് ചെയ്തത്. എൻ്റെ ഭാര്യയ്ക്ക് ആദ്യമായി പറയുന്നത്, എൻ്റെ ഭാര്യയ്ക്ക് TB അസുഖമായിരുന്നു. അസ്ഥി പൊടിയുന്ന, എല്ല് പൊടിയുന്ന രോഗമായിരുന്നു. ഈ രോഗത്തിൽ നിന്നും പാരപ്പള്ളി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കൊല്ലം, അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്ന് അസ്ഥി പൊടിഞ്ഞത് എടുത്ത് പരിശോധിച്ചപ്പോഴാണ് തേയ്മാനം ഈ TB ആണെന്ന് കണ്ടത്. ആദ്യമായിട്ട് TB രോഗത്തിനുള്ള മരുന്ന് കൊടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അതിനുശേഷം ആ മരുന്ന് തീരുമ്പോൾ നമ്മൾ മയിലക്കാട് ഹെൽത്ത് സെൻ്ററിൽ പോയി ഇത് മാസാമാസം വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറേ മാസങ്ങൾ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ പറയുന്നു, കണ്ണിന് കാഴ്ചയ്ക്ക് ഇച്ചിരി കുറവ്, കാണാൻ വയ്യെന്ന്. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ പ്രഭാതത്തിൽ 4 മണിക്ക് ഞങ്ങൾ ഉണർന്ന് രാവിലെ ഒരു പാട്ട് പാടി തിരുവചനം വായിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. 4 മണിക്ക് ഉണരും. രാത്രി വൈകുന്നേരം 8 മണിക്ക് 2 പാട്ട് പാടി 2 അധ്യായം ഞങ്ങൾ ഓരോരുത്തരും 2 അധ്യായം ഓരോ അധ്യായം വായിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ കണ്ണിൻ്റെ കാഴ്ച ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ കണ്ണ് ഡോക്ടറെ പോയി കണ്ട്. ഞങ്ങൾ സാധാരണ ഇയാൾക്കൊരു കണ്ണിൻ്റെ സാധാരണയുള്ള കണ്ണ് പരിശോധന വന്നപ്പോൾ അടൂർ ഹോസ്പിറ്റലിൽ അഞ്ജലി ഡോക്ടർ, മുഖത്തിലുള്ള അഞ്ജലി ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കണ്ണിന് പരിശോധിച്ച് ഗ്ലാസ് ഒക്കെ വെച്ചതാണ്. അപ്പോൾ ഈ ഗുളിക കഴിച്ചതിന് ശേഷം അങ്ങനെ ഞങ്ങൾ ഈ പരിശോധിച്ച് അവിടെ ചെന്നപ്പം ഡോക്ടറെ കാണിച്ചു. കണ്ണ് അഞ്ജലി ഡോക്ടറെ വന്ന് ആട്ടോ വിളിച്ചവിടെ കൊണ്ടുവന്ന് ആ ഡോക്ടർ പരിശോധിച്ചിട്ട് വലിയ തൃപ്തികരമായിട്ടല്ല. എന്നാലും എന്നെ പഠിപ്പിച്ച് എൻ്റെ പ്രൊഫസർ പാരപ്പള്ളി മെഡിക്കൽ കോളേജിലുണ്ട്, അവിടെ കൊണ്ടുവന്ന് ആ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പാരപ്പള്ളി കൊണ്ടുവന്ന് പരിശോധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, അഞ്ജലി ഡോക്ടർ പറഞ്ഞത് തന്നെ സംഭവം, ഇനി ഈ കണ്ണിന് കാഴ്ചയില്ല, നരമ്പ് പൊടിഞ്ഞു പോയി. അവസാനം ഞങ്ങൾ കൊല്ലത്ത് TB സെൻ്ററിൽ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ആദ്യമേ ഈ TB ആ ഗുളിക കഴിക്കുന്നത് ഡോസ് കുറഞ്ഞ ഗുളിക, ഡോസ് കൂടിയ ഗുളിക ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഈ TBക്ക് തരുന്ന മരുന്നിൻ്റെ ഡോസ് കൂടിയതാണ് തന്നത്. അതിന് കുഴപ്പം വന്നെങ്കിൽ അതിൻ്റെ പിന്നെ ഡോസ് കുറച്ച TB അസുഖത്തിൻ്റെ ഗുളിക തന്നത്. ചുരുക്കി പറയാം, അവസാനം കണ്ണിന് കാഴ്ചയില്ല. അയാൾക്ക് കണ്ണിന് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട്. ഞാൻ ഇവിടെ വന്ന് ആരാധന കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ഇന്ന് ബൈബിൾ വായിച്ചെന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചെന്നു. പാസ്റ്റർ എന്ന വചനം സങ്കീർത്തനം പറഞ്ഞ് സങ്കീർത്തനം 20-ാം സങ്കീർത്തനം വായിച്ചു. ഞാൻ എടുത്ത ബൈബിൾ വെച്ചിട്ടാണ് വരുന്നത്. ആ ബൈബിൾ 20-ാം സങ്കീർത്തനം അദ്ദേഹം വായിച്ചു, എൻ്റെ ഭാര്യ വായിച്ചു. ഇന്ന് സങ്കീർത്തനം അവിടെ വായിച്ചത് 70-ാം സങ്കീർത്തനമാണ് വായിച്ചത്. 3-4 വാക്യമേ ഉള്ളൂ. അതിലും പങ്കെടുത്തിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യമാണ്. കണ്ണ് കാണത്തില്ല എന്ന് പാരപ്പള്ളി മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ, ഒരു ഡോക്ടറെ പഠിപ്പിച്ച പ്രൊഫസർ ഡോക്ടർ പറഞ്ഞ്, ഈ കണ്ണുകൊണ്ട് ഇനി കാണത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ ദൈവം കുരുടന് കാഴ്ച കൊടുത്തു. എൻ്റെ ഭാര്യയ്ക്ക് സൗഖ്യം നൽകി.